നമ്മോട് അരുളി ചെയ്തത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പാപികളോ രോഗികളോ കടബാധ്യതയിൽ കഴിയുന്നവരോ മദ്യപാനികളോ ആരുമായിക്കോട്ടെ, അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ജാതി മതഭേദമന്യേ എല്ലാവരെയും രക്ഷിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിന് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ മുഖനോട്ടമില്ല. അവൻ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടെ നിന്ന് പാടുപീഡകളേറ്റ് മരിച്ച് ഉയർത്ത് സ്വർഗാരോപിതനായി ഇന്നും നമ്മോടുകൂടെ ആയിരിക്കുന്നതും. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. ഈ തിരിച്ചറിവാണ് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളും പാപികളാണ്, രോഗികളാണ്, ഒരു സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശക്തരാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന തിരുവചനം ഞങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും അവൻ നിങ്ങളെ രക്ഷിക്കും. അവനെ മാത്രമേ വിശ്വസിക്കാവൂ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെ സ്നേഹിക്കുന്ന, വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം? വീണ്ടും തോബിത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: കുഞ്ഞെ, ധൈര്യമായിരിക്കുക, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവം നിന്റെ ദുഃഖം അകറ്റി നിനക്ക് സന്തോഷമേകുമെന്ന്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റി നമുക്ക് സന്തോഷമേകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനും നഷ്ടധൈര്യരാകണം. സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ്. വിശുദ്ധ പൗലോസ്ലീഹ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നത്.